അദാനി കേസുകൾ നമ്മൾ നിരവധിയായി ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ആരോപിക്കുകയും അദാനിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്ത US ജഡ്ജി ബ്രിയോൺ പീസിന് പണി കിട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ. അദ്ദേഹം അറ്റോർണി പദവിയിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചുവെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US-ലെ ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലെ ജഡ്ജിയായിരുന്നു ബ്രിയോൺ പീസ്. 2025 ജനുവരി 10 മുതൽ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം യാതൊരു പ്രകോപനവുമില്ലാതെ പിടുന്നനെ എന്തിനാണ് US അറ്റോർണി ബ്രിയോൺ പീസ് അദാനിക്കെതിരെ കുറ്റം വിധിച്ചതെന്ന് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. പിന്നീടാണ് അദാനിക്കെതിരെ കുറ്റവും ശിക്ഷയും വിധിച്ചതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ടെന്ന് അദ്ദേഹം അറിയുന്നതും തെളിയുന്നതും. അറ്റോർണി ബ്രിയോൺ പീസിന്റെ ജീവിത പങ്കാളി ജാക്വലിൻ ജോൺസ് പീസ് ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് എന്ന സ്ഥാപനത്തിന്റെ സീനിയർ അറ്റോർണിയാണ്. ബ്രയാൻ സ്റ്റീവൻസൺ എന്ന വ്യക്തിയാണ് ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവിന്റെ സ്ഥാപിച്ചത്. ഇദ്ദേഹം ജോർജ് സൊറോവസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ US പ്രോഗ്രാംസിൽ അംഗവുമാണ്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ജോർജ് സൊറോസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു NGO ആണ്. ജോർജ് സൊറോവസ് ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കുന്നത് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയുമാണ്. അദാനിയെ വീഴ്ത്തുക വഴി മോദിയെ വീഴ്ത്തുക എന്നത് ജോർജിന്റെ സൊറോസിന്റെ വിവിധ NGO സംഘടനകളുടെ ടൂളുകളാണ്. US പ്രസിഡന്റായി വീണ്ടും ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുകയാണ്. ജോർജ് സൊറോസിന് കൂടുതൽ അടുപ്പം ജോ ബൈഡന്റെ ഡെമോക്രാറ്റുകളോടാണ്. മാത്രമല്ല മോദിയുമായി അടുപ്പമുള്ളവരെയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെയാണ് ജോർജ് സൊറോസിന്റെ NGOകളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഇനി ക്ഷീണകാലമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നത്. അദാനി ഗ്രൂപ്പിനെതിരെ കൈക്കൂലി, വഞ്ചനാകുറ്റം തുടങ്ങിയവ പല വിവാദങ്ങൾ കേസുകളിലും പങ്കുള്ള വ്യക്തിയാണ് ബ്രിയോൺ പീസ് എന്ന അറ്റോർണി. 120 രാജ്യങ്ങളിൽ ജോർജ് സൊറോസിന്റെ NGO സംഘടനകൾ പ്രവർത്തിച്ചു വരികയുണ്ട്. ഇവരുടെ പല ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാത് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുക എന്നതാണ്. ഇതിന് സഹായകരമായ വിധി പ്രസ്താവിച്ച് എതിരാളികളെ തകർക്കാനും ബ്രിയോൺ പീസിനെ പോലുള്ള ജഡ്ജികളുടെ രഹസ്യ അജണ്ടയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതോർജ്ജം വിൽക്കാനുള്ള കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയതാണ് കേസ്. $2 ബില്യൺ മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ കൈക്കൂലി നൽകിയെന്നാണ് കുറ്റം. ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് US അറ്റോർണി ബ്രിയോൺ പീസിന്റെ ഓഫീസ് ഗൗതം അദാനി, സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജി, അസൂർ പവർ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുന്നത്. അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതിനും US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അദാനിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി കമ്പനികളായ അദാനി ഗ്രീൻ, അസൂർ പവർ എന്നിവയ്ക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ കോടിക്കണക്കിന് ഡോളർ എനർജി പദ്ധതികൾ മുതലെടുക്കുന്നതിനായി കൈക്കൂലി നൽകിയതെന്നാണ് SECയുടെ ആരോപണം. ഇതിന്റെ പേരിൽ അഴിമതി, വഞ്ചന, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്.